ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നത്തെയും പോലത്തെ ഒരു വ്ളോഗൊക്കെ തന്നെയാണ്. എന്നാലും ഈ ഒരു വ്ളോഗിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐറൂൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അവൾ തനിയെ സ്കൂളിൽ പോയി തിരിച്ച് വരുന്ന ദിവസമല്ല, ആദ്യമായിട്ടുള്ള ദിവസം. അതായത് ഒരു പ്രോഗ്രാം പോലെ ഉണ്ടാവുമല്ലോ, ബ്ലൂംസ് ഡേ. അത് അങ്ങനെ ഉച്ച വരെയാണ് പ്രോഗ്രാം ഉള്ളത്. അതിന് കൂടെ ഞാനും ഉണ്ടാകും, തിരിച്ചെൻ്റെ കൂടെ തന്നെ കൊണ്ടുവരും. പിറ്റേന്ന് മുതൽക്കാണ് അവൾ തനിയെ സ്കൂളിൽ പോകാൻ പോണത്. എന്തായാലും ഫസ്റ്റ് ഡേ ആണ്, സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ തലേന്ന് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടതൊക്കെ അരച്ച് വെച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീച്ചപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പുളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറിയായിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് അപ്പോൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. കാരണം തലേന്നൊന്നും വെള്ളത്തിലിടാൻ മറന്നു പോയതായിരുന്നു. പിന്നെ മുട്ട ഉള്ളതുകൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ കിഴങ്ങറി ഒക്കെ ആണല്ലോ ഉണ്ടാക്കാറ്. പിന്നെ കിഴങ്ങറിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. വലിയ പൂരിക്കോ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ മാത്രമാണ് താല്പര്യമുള്ളൂ. അതുകൊണ്ട് പിന്നെ മുട്ട ഉള്ളതുകൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് അത് അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഐശുവിനും അമ്മൂനും എന്തായാലും ലഞ്ചൊക്കെ കൊടുത്ത് വിടണമല്ലോ എപ്പോഴത്തേയും പോലെ തന്നെ. അപ്പോൾ അതിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ കിഴങ്ങ് കൊളുത്താന്നുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഒന്നും അരിഞ്ഞൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും എൻ്റെ പഴയ വ്ളോഗ്സിലൊക്കെ പറയാറുണ്ടല്ലോ, കിഴങ്ങ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി പയറൂര് കൊടുത്തു വിടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവൾക്ക് പൊതുവേ പച്ചക്കറികളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. എന്നാലും ഞാൻ ഈ വെക്കേഷൻ ടൈമിലൊക്കെ കൂടുതലും നിർബന്ധിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പഴയതിനേക്കാളും മാറ്റമുണ്ട് എന്തായാലും. അപ്പോൾ കഴിക്കുന്നു വിചാരിക്കുന്നു. കിഴങ്ങൊലുത്തിയതൊക്കെ ഒരു ദിവസം കൊടുത്ത സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. വെറുതെ ഇനി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിർബന്ധിക്കൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയണതാണോ എന്നറിയില്ല. എന്തായാലും ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഐറൂന് വേണ്ട, ഐശ്വര്യനും അമ്മൂനും മാത്രം മതി. അപ്പം നമ്മൾ തൊലിയെ കളഞ്ഞെടുത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കി ചെറിയ ചെറിയ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ കിഴങ്ങൊന്ന് ജസ്റ്റ് തൊലി കളഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് പീസാക്കിയിട്ടൊക്കെ കഴുകിയെടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ മൊത്തത്തിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് ഒലത്താനുള്ള ആ പരുവത്തിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ കഴുകിയെടുക്കാറുള്ളൂ. എന്തോ ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ വരാറ്. അങ്ങനെ ഒരു 3-4 തവണ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടാണ് കേട്ടോ വളർത്താറ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വ്ളോഗ്സിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്ന് പറയാണ്. കാരണം കിഴങ്ങൊന്നും കഴിക്കില്ലാത്ത പിള്ളേരാണെങ്കിൽ ഇങ്ങനെ ഒലത്തി കൊടുത്താൽ കഴിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ പിള്ളേർ കഴിച്ചല്ലോ. എൻ്റെ പിള്ളേർ കഴിച്ചെങ്കിൽ കുറേ പിള്ളേർ കഴിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് കിഴങ്ങിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ലാത്തവരായിരുന്നു. സാമ്പാറിലൊക്കെ ഇട്ടാൽ കിഴങ്ങ് അങ്ങനെയൊക്കെ കഴിക്കും എന്നല്ലാണ്ട് കിഴങ്ങ് കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിഴങ്ങെടുത്ത് കഴിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒലത്തി കൊടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ ഞാനൊന്നും കിഴങ്ങ് ഒലത്തി ഒരിക്കലും കഴിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്കിഷ്ടമല്ല. പിള്ളേർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പിള്ളേർ കഴിച്ചല്ലോ എന്നുള്ള രീതിയിൽ പറയണതാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളി ഒന്ന് വാട്ടിയിട്ട്, ഉള്ളിന്ന് ഒരു ചെറിയ ഉള്ളി തന്നെ ഇടാൻ നോക്കാം കേട്ടോ. പിന്നെ സവാളയാണെങ്കിലും ചെറിയ ചെറിയ പീസായിട്ട്, അതായത് നമ്മൾ നീളത്തിന് ഇറച്ചിക്കറിയൊക്കെ വയ്ക്കും പോലെ അരിയാണ്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്താൽ വാട്ടിയിട്ട് വേണമെങ്കിൽ അതിനകത്തിട്ട് തന്നെ ഡയറക്റ്റ് മുളക് പൊടിയൊക്കെ ഇടാം. അതല്ലെങ്കിൽ കിഴങ്ങ് ഇട്ടതിന് ശേഷം മുകളിലേക്ക് വെറുതെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. അല്ലാതെ ഇടാൻ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നീടും അങ്ങനെ തന്നെ. പിന്നെ ഉപ്പിട്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കുക. ആവിയിലിരുന്ന് തന്നെ വേവാൻ കേട്ടോ. കുറച്ച് സമയം വേണ്ടി വരും എന്ത് വരാൻ. നമ്മൾ വേറെ വെള്ളം ഒഴിച്ചോ അല്ലാണ്ട് കുക്കറിൽ അങ്ങനെ ഒന്നും വേവിക്കണില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കോ, എന്തായാലും നല്ല മാറ്റം ഉണ്ടാകും. മാറ്റം മീൻസ് കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ കഴിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ അത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിച്ച് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാതെയൊക്കെ ഞാൻ എൻ്റെ കുക്കിങ്ങിന് റൈസ് ബ്രാൻഡ് ഓയിലാണ് എടുക്കണത്. എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതിനെന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലാണല്ലോ എന്തായാലും ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഞാൻ റൈസ് ബ്രാൻഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് വലിയ മാറ്റമൊന്നും എനിക്ക് മാറ്റം മീൻസ് ഒരു രുചി വ്യത്യാസമോ അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല. ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് 1-2 തവണ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ നിർത്തിയതാണ് കേട്ടോ. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെളിച്ചെണ്ണയിൽ കഴിക്കണ മാതിരി തന്നെ. എന്നാലും ഞാൻ വെളിച്ചെണ്ണ എന്തായാലും സ്റ്റോക്ക് ചെയ്യലുണ്ട്. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കിലോ എന്തായാലും വാങ്ങിക്കും. നമുക്ക് തലയിൽ കുളിക്കുമ്പോൾ എണ്ണ വയ്ക്കാൻ തലയിൽ തേക്ക് എന്തായാലും അത് തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുട്ടക്കറിക്ക് അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഐറൂനെ വിളിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എണിച്ച് ഇക്കാക്കാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണിച്ച്.
അങ്ങനെ ഇക്കാക്കാനെ ഇപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഞാൻ എണിപ്പിച്ചുകൊണ്ട് പോയിട്ട് ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ലൊരു ഉത്സാഹമൊക്കെ ഉണ്ട് എണിച്ച് വരാൻ. ഇനി അങ്ങ് മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അവൾ സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് പോയി. രണ്ടാമത്തെ ദിവസം അത്യാവശ്യം നന്നായിട്ട് തന്നെ കരയുണ്ടായിരുന്നു, ഫുൾ ടൈം കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ വോയിസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും സ്കൂളിലെ ഫസ്റ്റ് ഡേ ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. കാരണം അങ്ങനെ അവളെ ആദ്യം എണിപ്പിച്ചുകൊണ്ടൊന്നും അവനെ പയ്യെ എണിപ്പിച്ചാൽ അതിലോന്ന് വിചാരിച്ചു. കാരണം ഇവരുടെ ഐശുവിൻ്റെ അയറൂനൊക്കെയാണ് പിന്നെ മുടി ഉണങ്ങി കിട്ടണം, മുടി ഒന്ന് എന്തെങ്കിലും കാണിച്ച് കെട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ. ഐശുവിനാണെങ്കിൽ ഹിജാബ് ഇടാനുള്ളതാണ്, അപ്പോൾ പിന്നെ നന്നായിട്ട് ഉണങ്ങണമല്ലോ. അതുകൊണ്ട് അവരാദ്യം എണിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇക്കാക്കാനെ പയ്യെ എണിപ്പിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ എടുത്തുകൊണ്ടൊന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട്. കുളിപ്പിക്കണം എന്തായാലും ഉമ്മ കുളിപ്പിച്ചോളും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും മുട്ട പുഴുങ്ങി വെച്ചത് അത് പീസാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലഞ്ചിന് കൊടുത്തിനും വേണ്ടി കിഴങ്ങ് കൊളുത്തിയതും അതേപോലെ തന്നെ അതിൻ്റെ കൂടുതൽ മുട്ടയും പൊരിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. വേറെ പപ്പടമൊന്നും ഇല്ലായിരുന്നു, പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം പൊരിച്ച് കൊടുത്ത് വിടായിരുന്നു. അപ്പോൾ എന്തായാലും മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കിഴങ്ങ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മറക്കാണ്ട് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിച്ചിങ്ങനെ കരിഞ്ഞു കൂട്ടോ. കരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരുപാട് കരിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളൂലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇളക്കി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അപ്പം ചുടാനുള്ള പാൻ അതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പുറം അടുപ്പിൽ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതും വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പച്ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും അപ്പത്തിന് ഓരോന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ എപ്പോൾ അരച്ച് വെച്ചാലും അതെ, ആദ്യം ചുടണ അപ്പത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോലമൊന്നും വരാറില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റൊക്കെ എല്ലാം ഒരേപോലെ തന്നെ. എന്താണെന്നറിയില്ല, നമ്മുടെ പാനിൻ്റെ ചൂടിൻ്റെ ആ ഒരു ഇതനുസരിച്ചായിരിക്കാം. പിന്നെ ചുടണ അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. എന്താണെന്നറിയില്ല, മിക്കവാറും അങ്ങനെ തന്നെയാണ്. എന്തായാലും അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കണ അപ്പം നമുക്കൊരു കറിയില്ലെങ്കിലും നല്ല ചൂടോടെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. കാരണം ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ ചുട്ട് വയ്ക്കുമ്പോൾ വെറുതെ എടുത്തെടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ പുട്ടാണെങ്കിലും ആ തേങ്ങയോട് കൂടി ഇരിക്കുന്ന ആ ഭാഗം നല്ല ചൂടോടെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ എടുത്ത് കളിക്കും. ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ മുട്ട പൊരിച്ച് കൊടുത്ത് വിടുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൊടുത്ത് വിടാറ്. കാരണം അവർക്കും ഏറ്റവും താല്പര്യം ഇങ്ങനെയാണ് കേട്ടോ. തേങ്ങയും മുളകും കൂടെ ഒതുക്കിയിട്ട് മുട്ടയിലേക്കിട്ട് ഇളക്കി ഉണ്ടാക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്, എനിക്ക് കൂടുതൽ എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചിരണ്ടിയത് ഒന്ന് ഒതുക്കിയെടുക്കണ പാടുള്ളൂ. അല്ലാതെ മുളകും ഉള്ളിയൊക്കെ എണ്ണയിലിട്ട് വാട്ടുണ്ടല്ലോ, അതായത് മിക്കവാറും ആളുകൾ മുട്ട പൊരിക്കുമ്പോൾ മുട്ടയിലേക്ക് ഡയറക്റ്റ് പച്ചമുളക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇളക്കിയാണ് പൊരിക്കണം. ഞാൻ അങ്ങനെ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ പൊരിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എണ്ണയിൽ മുളകും ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അത് മുട്ടയിലേക്കിട്ട് ഇളക്കി അങ്ങനെയാണ് പൊരിക്കാറ്. അപ്പോൾ ആ പാടൊന്നുമില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് തേങ്ങയും മുളകൊക്കെ ഒതുക്കിയത് മുട്ടയിലേക്ക് തന്നെ ഇട്ട് ഇളക്കി അങ്ങനെ ഉണ്ടാക്കി. അത് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു ചമ്മന്തി മുട്ട എന്നാണ് കേട്ടോ അതിന് പറയണത്. ഞാൻ ഇതൊക്കെ എൻ്റെ പഴയ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്പം ചുട്ട് മാറ്റിയിട്ട് പിന്നെ പാൻ കഴുകുകയോ തീ ഓഫാക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അപ്പം ചുടുമ്പോൾ ഓയിലിൻ്റെ ആവശ്യമില്ലല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണ പുരട്ടാറില്ല കേട്ടോ. അല്ലാതെ തന്നെയാണ് ഞാൻ അപ്പം ചുടാറ്. അതല്ലാതെ നമ്മൾ വെറുതെ പൊടി കലക്കി ചുടണമെങ്കിൽ എന്തായാലും ഓയിൽ വേണം. അപ്പോൾ അപ്പം ചുടൽ കഴിഞ്ഞ് മുട്ട പൊരിക്കാൻ നേരത്ത് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ ഇട്ട മുട്ടയുടെ ഇതായതുകൊണ്ട് ഒഴിക്കുമ്പോൾ അങ്ങ് സ്പ്രെഡ് ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ കുക്കായി വന്നേക്ക് മുമ്പ് തന്നെ ഒഴിച്ച് അപ്പം തന്നെ ഫോർക്കും കൊണ്ട് എന്തുകൊണ്ടെങ്കിലും ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇന്ന് ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ടോ. പിള്ളേർ പോണത് അങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഐറൂനെ കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കണതാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവൾ റെഡിയായി ഞങ്ങൾ ആദ്യം പോയി കണ്ടത് അവളുടെ അംഗൻവാടിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സ്കൂളിലോട്ട് പോകണതല്ലേ, അപ്പോൾ ആദ്യമായിട്ട് അവൾ അക്ഷരം എഴുതിപ്പിച്ച് ടീച്ചറിൻ്റെ അടുത്ത് എന്തായാലും പറഞ്ഞിട്ട് പോകണമല്ലോ. ടീച്ചറിനോട് പറഞ്ഞ് ടീച്ചറിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പോകണം എന്നുള്ള ആ ഒരു ഇതും കൊണ്ട് നമ്മൾ ടീച്ചർ വന്ന് കഴിയുമ്പോൾ ടീച്ചറിന് ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ടീച്ചർ കുറച്ച് വരാൻ ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നു. അങ്ങനെ ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചറും ഉണ്ടായിരുന്നു, അവിടുത്തെ ഇത്തായി ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് അവളോട് പറഞ്ഞെടുത്ത് ഉമ്മൊക്കെ കൊടുത്ത് കുറച്ച് മിഠായിയൊക്കെ കൊടുത്ത് അവളെ വിട്ടു. പിന്നെ നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് വരാനുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ ഓഡിറ്റോറിയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കസേരകളൊക്കെ ഫുള്ള് കാലിയായിട്ട് എടുക്കുമായിരുന്നു, ആരും തന്നെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ 2-3 സ്ഥലത്ത് ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ടിൽ തന്നെ മമ്മൂൻ്റെ ക്ലാസ്സാണ് കേട്ടോ. മമ്മു കണ്ടപ്പോൾ തന്നെ രാത്രിയൊക്കെ തന്നെയാണ് വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ അപ്പുറം ഒരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെയും വന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാ സ്ഥലത്തും ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല നേരത്തെ വന്നത്, കാരണം നമ്മൾ ഓൾറെഡി മെസ്സേജ്
മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു 10 മണിക്ക് പ്രോഗ്രാം തുടങ്ങും, എന്നാലും 9:45 ആകുമ്പോൾ എത്താൻ പാകത്തിന് വന്നത്. കാരണം ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ. പക്ഷെ കണ്ടില്ല, ആരും തന്നെ വന്നിട്ടുണ്ടായില്ല. ഞാനിരുന്ന സ്ഥലത്തിന് മുമ്പോട്ട് കുറച്ച് പേര്, വിരലിലുണ്ടാകുന്ന അത്രയും പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പറഞ്ഞതിനേക്കാളും കുറച്ച് അധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ചീഫ് ഗസ്റ്റ് വരാനൊക്കെ കുറച്ച് ലേറ്റായി. ചീഫ് ഗസ്റ്റ് വരാമെന്ന് വെച്ചാൽ നമ്മുടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വന്നതിന് മുമ്പ് അവിടെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതിൻ്റെ ഒപ്പം കിടന്ന് ഡാൻസ് കളിക്കാനാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു ഉത്സാഹമൊക്കെ ഇനി കാണുമെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാവടി തുള്ളി വന്നതാണ്. പക്ഷേ ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അവൾ അംഗൻവാടി പോയ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റും അതേപോലെ തന്നെ സ്കൂളിൻ്റെ ചെയർമാൻ, മാനേജർ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് തന്നെ ഐറൂൻ്റെ പേരാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഞാനെന്തോ വ്ളോഗ് എടുക്കണോണ്ട് തന്നെ വീഡിയോ ഓണാക്കി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് അവൾ സ്റ്റേജിൽ കയറിയതും എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ കിട്ടിയ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കണതാണ് കേട്ടോ. ഒരു ക്രയോൺസ് ആയിരുന്നു. ക്രയോൺസൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും ഇതുപോലത്തെ ക്രയോൺസ് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടിയത്. ഇപ്പം ആദ്യമായിട്ടല്ലെങ്കിലും ഗിഫ്റ്റ് കിട്ടണത് എന്താണെങ്കിലും അതൊരു സന്തോഷമല്ലേ, പ്രത്യേകിച്ച് പിള്ളേരെ സംബന്ധിച്ച് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് അവൾ നിലത്ത് തന്നെ വെക്കണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ വന്ന് ഐശുവിനും അമ്മൂനും തൊടാൻ പോലും കൊടുക്കണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരോ സ്റ്റുഡൻസിനെ മാറി മാറി വിളിച്ച് എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിന് പ്രത്യേകം ഒരു മൊമെൻറ്റോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞിട്ട് പിള്ളേരെ ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ടും അതേപോലെ തന്നെ ഓരോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് ബാക്കി സമയം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അവരെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഈ കൊടുത്ത കളറുണ്ടല്ലോ, ആ കളർ വെച്ചിട്ട് ക്ലാസ്സിലൊരു കളറിങ് ആക്ടിവിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോഴത്തേക്കും പിള്ളേർ കുറേ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയമായല്ലോ, ഓൾറെഡി പ്രോഗ്രാം തുടങ്ങാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് ഇവിടുത്തെ 2 ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലിട്ട് LKG ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തിയ സമയത്ത് അയാൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ആൾ നല്ല ഉത്സാഹത്തിൽ പോയതാണ്. പിന്നെ ക്ലാസ്സിലേക്ക് കയറി ഇരുത്തി കഴിഞ്ഞപ്പം ഇരുത്തിയിട്ട് ഇങ്ങനെ പോകാമെന്നുള്ള ആ ഒരു ഇതിലാന്ന് തോന്നുന്നു. അന്ന് ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് പിടിപ്പിച്ചാലും നമ്മൾ കൊണ്ടുപോയത്. പിന്നെ ക്ലാസ്സിലേക്ക് അങ്ങ് ഒറ്റയ്ക്ക് കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോൾ ഞാനെങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചെന്തോ കരഞ്ഞതാന്ന് തോന്നുന്നു. അങ്ങനെ അവൾ വേഗം തന്നെ കളറടിച്ച് തീർത്തിട്ട് അവൾ വേഗം ഇറങ്ങി വരാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ആക്ടിവിറ്റി മുകളിൽ ഓഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതൊന്നും വലിയ കുഴപ്പമില്ലാതെ ആൾ നിന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ ഫേസ് കണ്ടറിയാം കുറച്ച് പറ്റില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പോയ ഉത്സാഹമൊന്നും മുഖത്തില്ല, എന്നാലും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴാണ് ആളുടെ സ്വഭാവം മാറിയത്. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ UKG സ്റ്റുഡൻസിൻ്റെ, അതായത് കഴിഞ്ഞ വർഷത്തെ LKG സ്റ്റുഡൻസിൻ്റെ ഡാൻസ്, അതേപോലെ ഒരു വെൽക്കം ഡാൻസ്, പിന്നെ അതേപോലെ തന്നെ ഫാഷൻ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവരെ വീട്ടിലേക്കൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഇവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ക്ലാസ്സിലേക്ക് ചെന്ന് കയറണതാണ് കേട്ടോ ഈ കാണുന്നത്. അവരുടെ LKG ക്ലാസ്സിലേക്ക് ചെന്ന് കയറണത്. ആ കയറുമ്പോൾ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കയറി കളറടിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ പുറത്താണ് നിൽക്കണതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, വേഗം ഒന്ന് കളറടിച്ച് തീർത്തിട്ട് ഇറങ്ങി പോകുന്നു എന്ന് മാത്രം. അങ്ങനെ ലാസ്റ്റ് പിന്നെ എല്ലാവരെയും നിർത്തി ടീച്ചേഴ്സൊക്കെ കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിറ്റേന്ന് അവൾ വീണ്ടും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇനി ഇൻഷാ അള്ളാ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം.